ഹലോ ഗൈസ്, നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി, ഭയങ്കര മഴയായിരുന്നു. റെഡ് അലേർട്ടാണ്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് സ്കൂളുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് എടുക്കാനായിരുന്നു. സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് പോർഷൻസൊന്നും തീർന്നിട്ടില്ലല്ലോ, ഓണപരീക്ഷയായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് റിവിഷൻ കൊടുക്കാനും പോർഷൻസ് തീർക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ക്ലാസ് എടുക്കാൻ കഴിയും. ഇത് ഞങ്ങളുടെ പള്ളീൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. ഏകദേശം ഞാൻ വീടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. പള്ളീൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. നിസ്കാരമൊന്നും അവിടെ നടക്കാൻ തൊട്ടിപ്പുറത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇവിടെ തൊട്ട് ഈ പള്ളീൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾക്ക് താഴേക്കൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട് കേട്ടോ. ഞാനൊക്കെ ചെറുതിൽ അവിടെ രാച്ചേച്ചി അണ്ണെന്ന് വിളിക്കുന്ന അവരായിരുന്നു അവിടെ തന്നെ തന്ത്രിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകും, അവിടെ പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അമ്പലത്തിൽ നിന്ന് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മദ്രസൊക്കെ വിട്ട് പോകുമ്പോൾ അവിടെ കളിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾ കുറവായിരുന്നു കേട്ടോ, ചെറിയ മക്കൾ. അപ്പോൾ ഞങ്ങളായിരുന്നു ചെറിയ കുട്ടികൾ. അപ്പോൾ ഞങ്ങൾക്ക് പാൽപ്പായസമൊക്കെ തരും. അതൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ വയറിറച്ച് കുടിക്കും കേട്ടോ. ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല, അവർ മരിച്ചുപോയി. പിന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. ഇവിടെ BSNLൻ്റെ കാണിച്ചു തരാം ഞാൻ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് റേഷൻ കടയുണ്ട്. ഞങ്ങൾ റേഷനൊക്കെ വാങ്ങുന്നത് പണ്ട് ചെറുപ്പം മുതലേ ഞങ്ങൾ റേഷൻ വാങ്ങുന്നത് ഇവിടെയാണ്. പിന്നെ ഞങ്ങൾ താനത്തൊരു ഞങ്ങൾ ആദ്യത്തെ പഴയ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ആയിരുന്നു റേഷൻ വാങ്ങുക. ഇത് ഞങ്ങൾ പഴയ റേഷൻ കടയാണ് കേട്ടോ. എൻ്റെ ചെറുതിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റേഷൻ കടയാണിത്. ഇവിടെ നിന്നാണ് റേഷനൊക്കെ വാങ്ങുക കേട്ടോ. അവരവിടെ ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നവർ ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്കെന്ത് തോന്നുമെന്ന് എനിക്ക് ടെൻഷനുണ്ട്. ഞാനിങ്ങനെ പെരുപുരാ പറഞ്ഞുകൊണ്ട് വരികയല്ലേ, ഈ കുട്ടിക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കും. അങ്ങനെ വിചാരിക്കും. നമ്മുടെ ടവറാണ് കേട്ടോ, BSNLൻ്റെ ടവറാണ് ടെലിഫോൺ എക്സ്ചേഞ്ച്. ഇനി ഇവിടുന്ന് ഇപ്പുറത്തെ താഴേക്കുള്ള റോഡിനാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. താഴേക്ക് കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ BSNLൻ്റെ ആണ് കേട്ടോ. അങ്ങനെ താഴേക്ക് ഈ റോട്ടിലൂടെ വേണം പോകാൻ. നല്ല രസമാണ് കേട്ടോ, പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ. പക്ഷേ മഴയുള്ളതിൻ്റെ ചെറിയൊരു പ്രയാസമുള്ളൂ. നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഈ വെള്ളം ഇങ്ങനെ റോട്ടിലൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. നമുക്ക് പക്ഷേ കാണാൻ പറ്റുമോ എന്നറിയില്ല. മഴ കാണിച്ചു തരാം, നോക്കട്ടെ. പറ്റുകയാണ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതേപോലെ നന്നായിട്ട് ഒഴുകുന്ന, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ താഴേക്ക് പോകാം. ഒരു കുത്തനെ ഇറക്കമാണ് കേട്ടോ. ശരിക്കും ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ കയറ്റം കയറുമ്പോൾ ഭയങ്കര പ്രശ്നം. അങ്ങനെ ഞാൻ ഇറങ്ങി താഴേക്ക് എത്തി. അങ്ങനെ ഇതിലൂടെ അതിൻ്റെ ഇവിടെ ഒരു കവുന്തോട്ടമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു ചായക്കടയും എല്ലാം വിൽക്കുന്നൊരു ഒരു കടയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഗൈസ്, ലോകകപ്പ് കഴിഞ്ഞാലും ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഇവരാരും പോയിട്ടില്ല. ഞങ്ങളിതുവരെ ഫ്ലെക്സ് ഒന്നും ഇറക്കാൻ തയ്യാറല്ല കേട്ടോ. പറങ്കിപ്പടയായിട്ടും പിന്നെ എന്താ പറയുക, നെയ്മറായിട്ടും മെസ്സി ആയിട്ടും ഞങ്ങൾ കളയാൻ തയ്യാറില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതവിടെ തന്നെ കൂട്ടിപ്പിടിച്ച് നിർത്തിയേക്കാണ്. ആരും ഞങ്ങൾ കളയുന്നില്ല കേട്ടോ ഗൈസ്. ഞങ്ങളിവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. എന്തായിരുന്നു ആ സമയത്ത് ആവേശം എന്ന് പറയും. ഇവിടെ ഇതുണ്ടോ, ഓരോരുത്തരെയും ഒരാളോട് ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഞങ്ങൾ നല്ല കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകും. ഇവിടെ തോടുണ്ട് കേട്ടോ ഗൈസ്. മഴയൊക്കെ പെയ്തിട്ട് നല്ല വെള്ളം വരുന്ന ഈ തോരണങ്ങളൊക്കെ കിട്ടിയതൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും മായ്ച്ച് കളഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്കൊരു തോട് വരുന്നുണ്ട് കേട്ടോ. ആ തോട് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ വരുന്നതാണ്. നന്നായിട്ട് വെള്ളം പൊങ്ങാറുണ്ട് ഇതിൽ. ഇതിപ്പോൾ ഇച്ചിരി വെള്ളം കുറഞ്ഞതാണ്. കുറച്ച് ദിവസം മഴ 2 ദിവസം അടുപ്പിച്ച് ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം തന്നെ പൊങ്ങി വരുന്നുണ്ട്. നല്ല മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. മഴ പറമ്പിലും മഴ, എല്ലായിടത്തും മഴ. ഈ തെങ്ങുതോട്ടം കാണാൻ നല്ല ഭംഗിയല്ലേ. എൻ്റെ വീടിരിക്കുന്ന ആ ഒരു സ്പേസ് പോലെ തോന്നുന്നുണ്ട് അല്ലേ. പേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഇതിങ്ങനെ പിന്നെ നടന്ന് അങ്ങനെ പോവാണ് നമ്മൾ വഴിയിലേക്ക്. ഏകദേശം നമ്മുടെ വഴിയിലേക്ക് തീരാറായി. നമ്മുടെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് മുമ്പത്തെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇതിലൂടെ ഇങ്ങനെ പോവാണ്. അടിപൊളിയാണ് കേട്ടോ ഈ റോഡ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.